പ്രവാസി വാർത്തയിലേക്ക് സ്വാഗതം. വിമാനത്തിൽ കയറി യാത്ര അവസാനിക്കുന്നതുവരെ യാത്രക്കാരുടെ നെഞ്ചിൽ തീയാണ്. അതിന് കാരണം തന്നെ അടുത്തിടെ നടന്ന വിമാന അപകടങ്ങളാണ്. ചില അപകടങ്ങൾ തലനാട്ടിലേക്ക് പോലെ രക്ഷപ്പെടുന്നു. അങ്ങനെയൊരു സംഭവമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. EasyJet എന്ന വിമാനത്തിലാണ് സംഭവം നടന്നത്. വിമാനയാത്രയ്ക്കിടെ പൈലറ്റ് കോക്പിറ്റിൽ കുഴങ്ങി വീണപ്പോൾ വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് 160-ലേറെ യാത്രക്കാരുമായി സുരക്ഷിതമായി ലാൻഡ് ചെയ്തിരിക്കുകയാണ് രണ്ടാം പൈലറ്റ്. ബ്രിട്ടീഷ് വിമാന കമ്പനിയായ EasyJetന്റെ ഈജിപ്തിൽ നിന്ന് ലണ്ടനിലേക്കുള്ള വിമാനത്തിലാണ് അടിയന്തര സാഹചര്യമുണ്ടായത്. ഫസ്റ്റ് ഓഫീസറുടെ ആരോഗ്യസ്ഥിതി മോശമാവുകയും യാത്രക്കാർ പരിഭ്രാന്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഒടുവിൽ രണ്ടാം ഓഫീസർ വിമാനം വഴിതിരിച്ചുവിട്ട് ഏതൻസ് വിമാനത്താവളത്തിൽ തന്നെ ഒടുവിൽ സുരക്ഷിതമായി ലാൻഡ് ചെയ്യിപ്പിച്ചു. ഫെബ്രുവരി 8-ന് ഈജിപ്തിലെ ഹുർദഗ നഗരത്തിൽ നിന്ന് ലണ്ടനിലെ ഹീത്രൂവിലേക്ക് പുറപ്പെട്ട EasyJetന്റെ എയർബസ് A320-200N വിമാനം 2 മണിക്കൂർ പറന്നു കഴിഞ്ഞപ്പോഴാണ് ഒന്നാം പൈലറ്റിന് ശാരീരിക അസ്വാസ്ഥ്യമുണ്ടായത്. വിമാന ജീവനക്കാർ കൂട്ടമായി കോക്പിറ്റിലേക്ക് ഓടുകയും യാത്രക്കാരിൽ ആരോഗ്യ വിദഗ്ധരുണ്ടോ എന്ന് അന്വേഷിക്കുകയും ചെയ്തത് വിമാനത്തിനുള്ളിൽ പരിഭ്രാന്തമായ നിമിഷങ്ങൾ സൃഷ്ടിച്ചു. ഈ സമയം തെക്കുകിഴക്ക് ഏതൻസിന് 110 നോട്ടിക്കൽ മൈൽ അകലെയായിരുന്നു വിമാനമുണ്ടായിരുന്നത്. അടിയന്തര സാഹചര്യം മനസ്സിലാക്കി നിയന്ത്രണം ഏറ്റെടുത്ത രണ്ടാം ഓഫീസർ തൊട്ടടുത്തുള്ള ഏതൻസ് വിമാനത്താവളവുമായി ബന്ധപ്പെടുകയും വിമാനം വഴിതിരിച്ചുവിട്ട് 3-ാം ടെർമിനലിൽ സുരക്ഷിതമായി ഇറക്കുകയും ചെയ്തു. ലാൻഡിംഗ് സമയത്ത് റൺവേക്ക് സമീപം ഫയർ എഞ്ചിനുകളും പോലീസും ആരോഗ്യ വിദഗ്ധരും അടക്കമുള്ള സംഘം സർവ്വസന്നദ്ധരായിരുന്നു. അസുഖബാധിതനായ പൈലറ്റിനെ വിദഗ്ധ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്ക് മാറ്റി. അതേസമയം യാത്രക്കാർക്ക് അന്നു രാത്രി ഏതൻസിൽ തങ്ങേണ്ടി വന്നിരുന്നുവെന്നും താമസ ഭക്ഷണ സംവിധാനങ്ങളും തുടർയാത്രക്കുള്ള സൗകര്യങ്ങൾ ചെയ്തുവെന്നും EasyJet അധികൃതർ വ്യക്തമാക്കി. ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട പൈലറ്റിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിശദീകരണം ഇതുവരെ അധികൃതർ അറിയിച്ചിട്ടില്ല. രണ്ടാം പൈലറ്റിന്റെ മനസ്സാന്നിധ്യം കാരണമാണ് വിമാനം സുരക്ഷിതമായി ലാൻഡ് ചെയ്തത്. ഓഫീസറുടെ ഇടപെടലിൽ അധികൃതരും യാത്രക്കാരുടെ ബന്ധുക്കളും നന്ദി അറിയിക്കുകയും ചെയ്തു. വിമാനം പറന്നുയർന്ന് 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് കോക്പിറ്റിൽ പൈലറ്റ് ബോധരഹിതനായി വീണത്. തുടർന്ന് സഹ പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്ത് അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു. ഏതാണ്ട് 2 മണിക്കൂറോളം വിമാനം പറന്നു കഴിഞ്ഞാണ് പൈലറ്റിന് ആരോഗ്യ പ്രശ്നം നേരിട്ടത്. വിമാനത്തിൽ ഭക്ഷണം നൽകിക്കൊണ്ടിരുന്ന ക്യാബിൻ ക്രൂ അംഗങ്ങൾ പെട്ടെന്ന് കോക്പിറ്റിലേക്ക് ഓടിപ്പോകുന്നതാണ് യാത്രക്കാർ ആദ്യം കണ്ടത്. ആദ്യം കരുതിയത് യാത്രക്കാരിൽ ആരോ കുഴങ്ങി വീണു എന്നായിരുന്നു. പിന്നീടാണ് പൈലറ്റാണ് കുഴങ്ങി വീണതെന്ന് മനസ്സിലാക്കിയത്. ഇതോടെ യാത്രക്കാർ പരിഭ്രാന്തരായി. മെഡിക്കൽ പരിശീലനം ലഭിച്ച ആരെങ്കിലുമുണ്ടോ എന്ന് വിമാന ജീവനക്കാർ ചോദിച്ചു. യാത്രക്കാരിൽ ഏതാനും പേർ മുന്നോട്ട് ചെന്ന പൈലറ്റിന് അടിയന്തര വൈദ്യസഹായം നൽകി. പൈലറ്റിന്റെ ആരോഗ്യനില അതീവ ഗുരുതരമായിരുന്നുവെന്നാണ് ജീവനക്കാർ പറഞ്ഞത്. ഇതോടെ എമർജൻസി ലാൻഡിംഗ് ആവശ്യമാണെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഉടൻ തന്നെ സഹ പൈലറ്റ് വിമാനത്തിന്റെ നിയന്ത്രണം ഏറ്റെടുക്കുകയും അടിയന്തര ലാൻഡിംഗ് നടത്തുകയുമായിരുന്നു. നേരത്തെ വിവരം നൽകിയതനുസരിച്ച് വൈദ്യസഹായം നൽകാൻ ആംബുലൻസ് ഉൾപ്പെടെയുള്ള സന്നാഹങ്ങളും അടിയന്തര സാഹചര്യം നേരിടാൻ തയ്യാറായി നിൽക്കുന്നുണ്ടായിരുന്നു. അടിയന്തര ലാൻഡിംഗ് കാരണം യാത്ര മുടങ്ങിയവർക്ക് പിന്നീട് വിമാന കമ്പനി താമസ സൗകര്യവും ഭക്ഷണവും നൽകുകയായിരുന്നു. നിർണായക ഘട്ടത്തിൽ ക്ഷമയോടെ സഹകരിച്ച വിമാനത്തിലെ യാത്രക്കാർക്ക് കമ്പനി നന്ദി അറിയിച്ചു. പൈലറ്റിന്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച വിവരങ്ങൾ ഇതുവരെ പുറത്തുവന്നിട്ടില്ല.